ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ ഈ സോയ 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സോയ 65 തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 100 ഗ്രാം സോയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിന് നന്നായിട്ട് കഴുകി ഒരു 2 വെള്ളത്തിൽ കഴുകണം കേട്ടോ. കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ സോയയിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുക. കൈവച്ച് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം നന്നായിട്ട് എല്ലായിടത്തും പിടിക്കും. അതിനുശേഷം ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക. ഇനി നമ്മളൊരു അരമണിക്കൂർ ഇതിനെ വെച്ച ശേഷം ഇതിലേക്ക് നമ്മളൊരു മുട്ടയുടെ വെള്ള മാത്രമായിട്ട് ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ പൊടികളും ഈ മുട്ടയൊക്കെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളൊരു അല്പം ഇട്ട് കൊടുത്തപ്പം അത് നല്ലതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോയ കുറേശ്ശെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തീ ആണെങ്കിൽ ആദ്യം ഒന്ന് കൂട്ടി വയ്ക്കണം കേട്ടോ. കൂട്ടി വെച്ച് എണ്ണ നല്ല ചൂടായിരിക്കണം. ചൂടെണ്ണയിലേക്ക് വേണം ഇത് എടുത്തിടാൻ, അല്ലെങ്കിൽ ഇത് എണ്ണ കയറിയങ്ങ് പിടിക്കും. ഇതിൽ ഒരുപാട് എണ്ണ അതിലാവാതെ തീ കൂട്ടിയും കുറച്ചും ഇട്ട് തന്നെ അതിനെ വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് പാനിലാണ് ചെയ്യുന്നെങ്കിൽ ഈ ചീൻചട്ടിയിൽ ഇപ്പോൾ ഈ അടുക്കി പിടിച്ചേക്കുന്ന പോലെ ഒട്ടും പിടിക്കത്തില്ല കേട്ടോ. പാനിലാണ് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഇതിനകത്ത് അരിപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ല മുരുമുരായിരിക്കും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും നമുക്ക് കേട്ടോ. മുരിഞ്ഞ് കിട്ടുന്നതാണ് അതിൻ്റെ രുചി. അപ്പോഴാണ് കഴിക്കാനും ടേസ്റ്റ്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. അപ്പവും ചപ്പാത്തിയും ചോറും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഇത് മാത്രമായിട്ട് കഴിച്ചുകൊണ്ട് നടക്കാനും ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ വലിയ ടൈപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ടൈപ്പ് സോയയല്ല എടുത്തിരിക്കുന്നത്. ചെറിയ ടൈപ്പ് സോയ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ രണ്ടിലും നമുക്കിതിങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ സോയ നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെ എടുത്ത് കഴിയുമ്പോൾ സോയയ്ക്കൊരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുകിയെടുക്കും മാത്രമല്ല നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വയ്ക്കാൻ. പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ വയ്ക്കുകയും വേണം. അരമണിക്കൂറോടെ വെച്ച് കഴിയുമ്പോഴാണ് ഈ അരപ്പൊക്കെ അതിൽ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല രുചിയാണ് കഴിക്കാൻ. ഇത് പെട്ടെന്ന് ചീത്തയാവത്തുമില്ല. നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ നാളെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് അത് നല്ലതായിട്ട് തന്നെ ഇരിക്കും. നാളെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ലൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ പെട്ടെന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ തീ ഒന്ന് കൂട്ടിയും കുറച്ചും തന്നെ ഇട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വറുത്ത് കിട്ടും. പിന്നെ ആദ്യമേ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാമെങ്കിൽ അടിക്ക് ഇത്രയും ഇങ്ങോട്ട് അടിക്ക് പിടിക്കില്ല. ഇപ്പോൾ എണ്ണ കുറവാണെന്ന് നമുക്കിപ്പോൾ ഒരു അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ പെട്ടെന്ന് അങ്ങ് ചൂടാവുകയും ചെയ്യും. അപ്പം നമുക്ക് ബാക്കിയുള്ള സോയയെല്ലാം നമുക്കിതുപോലെ തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാം. അപ്പോൾ സോയ വറുത്ത് കോരുമ്പോൾ അത് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിലുള്ള എണ്ണയൊക്കെ ആ ടിഷ്യൂ പേപ്പറിൽ അങ്ങ് പിടിക്കും. അപ്പോൾ അതാണ്ട് നമ്മുടെ സോയയെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ചെറിയൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മളൊരു 1.5 സ്പൂൺ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം പച്ചമുളക്, വലിയ എരിയില്ലാത്ത പച്ചമുളക് എടുത്താൽ മതി. ഒരുപാട് എരി വാരിയിടരുത്, കാരണം നമ്മൾ മസാലയൊക്കെ അതിൽ ഒരുപാട് ചേർത്തേക്കുന്നതുകൊണ്ട് അധികം പച്ചമുളക് എരിയുള്ളത് എടുത്തിടരുത്. അപ്പോൾ നമ്മളൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എരിയില്ലാത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയ കുറേശ്ശെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സോസും ഒരു ഉള്ളിയൊക്കെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഉള്ളി പച്ചമുളകുമൊക്കെ നമ്മൾ സാധാ വഴറ്റിയെടുക്കുന്നുള്ള ഒരുപാട് വഴറ്റുമൊന്നും വേണ്ട. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അത്രയും പരുവം മതി, അല്ലാതെ ഒരുപാട് അതിൻ്റെ കളറ് മാറി വഴറ്റണ്ട. അപ്പം നമ്മുടെ സോയ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പം നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സോയ ഏതാണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ നീരൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ മുരുമുരാ ഇരിക്കുന്ന സോയ 65 നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്